ടീച്ചർന്നൊക്കെ ഇത്ര ഉള്ളൂടാ എന്ന് പറഞ്ഞിട്ട്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. അപ്പൊ എന്തായാലും എല്ലാ മക്കളും വേഗം വീഡിയോ ഒക്കെ ഓൺ ചെയ്യാം. യെസ്, അപ്പൊ നല്ലൊരു പ്രയറോട് കൂടി തന്നെ നമ്മളുടെ ഈ ഒരു സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കണ്ണുകളടച്ച് നട്ടെല്ലാം നിവർത്തി നേരെ ഇരിക്കുക. സിറ്റ് സ്ട്രെയിറ്റ്. വളരെ സാവധാനം ഒരു ശ്വാസം അകത്തേക്ക്, സാവധാനം പുറത്തേക്ക്. Again, take a deep breath. Slowly relax. എല്ലാവരും നിങ്ങളുടെ മനസ്സിന് നല്ലപോലെ ഒന്ന് വാച്ച് ചെയ്യുക. നിങ്ങളുടെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വരുന്നുണ്ടാകാം. ഇന്ന് രാവിലെ മുതൽ ഇതുവരെ കഴിഞ്ഞ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാകാം. എല്ലാറ്റിനെയും ഒരേപോലെ സ്വീകരിക്കുക. നമ്മൾ ഇന്ന് തൊട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടുത്തൊരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമ്മളുടെ റിവിഷൻ ക്ലാസ്സുകളിലേക്കാണ്. ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഞാൻ എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് എല്ലാവരും ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചേ. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അത്രയും അടിപൊളിയായിട്ട് സിൻസിയർ ആയിട്ട് ചെയ്യുന്ന എല്ലാവരും മനസ്സിൽ ഉറപ്പിക്കാം. നിങ്ങളുടെ ഒപ്പം തന്നെ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിനെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ കൂടി നല്ല രീതിയിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് എല്ലാവരും നമ്മുടെ കൺകണ്ട ദൈവങ്ങളായ അച്ഛന്റെയും അമ്മയും കാൽപാദങ്ങൾ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് വളരെ സാവധാനത്തിലൊരു ശ്വാസം അകത്തേക്ക്, സാവധാനം പുറത്തേക്ക്. എല്ലാവരും പതിയെ നല്ല പുഞ്ചിരിച്ച മുഖങ്ങളോട് കൂടി തന്നെ പതിയെ കണ്ണുകളൊക്കെ തുറന്നോ. യെസ്, ഓക്കെ. അപ്പൊ അതേ കുറെ അല്ലെ മോർണിംഗുകാരുടെ ഈവനിങ് മുഖമൊക്കെ കാണാൻ തുടങ്ങി അല്ലെ. ഈവനിങ് മുഖം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരത്തെ ഉള്ള മുഖം കാണുന്നത് മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ദേ മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു കടമ്പയിലേക്കാണ് നടക്കുന്നത്. ഇത്രയും നാള് നിങ്ങൾ എങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി സിൻസിയർ ആയിട്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ കാണാം അല്ലെ. ഇനിയുള്ള ടൈം നമുക്ക് ഉഴപ്പാനോ ഇനി പിന്നെ പഠിക്കാന്ന് വെച്ചിരിക്കാനോ പറ്റില്ല. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടി തന്നെ പഠിക്കുക. പിന്നെ മിക്കവാറും നമ്മൾ ക്ലാസ്സുകളിൽ റിവിഷൻ ക്ലാസ്സുകളിൽ ചെയ്യാൻ പോകുന്നത് മോർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ മാക്സിമം ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് പറയുന്നതാണ്ട കുറച്ച് കാര്യങ്ങള്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്ററിനെ പറ്റി ചെറിയൊരു ധാരണയോട് കൂടി, അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ, നിങ്ങൾ മാക്സിമം ആ ചാപ്റ്റർ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. അങ്ങനെ വന്നതിന് നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം എന്തെല്ലാം കാര്യങ്ങൾ അതിൽ വരുന്നുണ്ടെന്നൊക്കെ കുറച്ചുകൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പം പറ്റുന്നവര് മാക്സിമം പറ്റുന്നവർ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഈ ചാപ്റ്റർ ആണെന്ന് നേരത്തെ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ ഈ ചാപ്റ്ററിൽ വരുന്ന ഇക്വേഷൻസ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാ ക്വസ്റ്റനും വർക്ക്ഔട്ട് ചെയ്തിട്ട് വരാനല്ല പറയുന്നത്. മാക്സിമം നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക ടൈം ഉള്ളവരാണെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളടുത്ത് ഇക്വേഷൻസ് എങ്കിലും മാത്സിന്റെ കേസിൽ പഠിച്ചിട്ട് വരണം കേട്ടോ. അപ്പൊ ഇത് കുറച്ച് പേര് വീഡിയോ ഓൺ ചെയ്യാനുണ്ട്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ തന്നെയാണ്. വീഡിയോ ഓഫ് ചെയ്തൊന്നും എന്തായാലും ഇരിക്കാൻ പറ്റില്ല അല്ലെ. ഈ ഒരു 45 മിനിറ്റ്സ് 5:30 to 6:15 വരെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണോ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ആ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സെഷനിലാണ് നമ്മൾ പ്രോബ്ലംസ് നന്നായി വർക്ക്ഔട്ട് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ബേസിക്സ് പറയുന്ന ഈ ചാപ്റ്ററിന്റെ ബേസിക്സ് പറയുന്ന ഒരു ക്ലാസ് ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും റെഡി അല്ലേ? റെഡി ആണോ? തുടങ്ങാം നമുക്ക്. അടുത്ത അംഗം കുറിക്കാൻ തയ്യാറാണ് എല്ലാവരും? തയ്യാറാണ് അല്ലെ. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് നമ്മളുടെ വേറൊരു മോഡിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നുമില്ല, നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി സ്പീഡില് കുറച്ചുകൂടി എന്താണ് ശ്രദ്ധയോടുകൂടിയൊക്കെ നന്നായിരിക്കും എല്ലാവരും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതേ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ എല്ലാവരും
ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്ന ഐശ്വര്യമായിട്ട്. ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റംസ്. ഈ ചാപ്റ്റർ എടുത്തപ്പോ ഇല്ലാതിരുന്ന ഒത്തിരി അധികം പേര് ഇപ്പൊ ഈ ക്ലാസ്സിൽ ഉണ്ട്. സോ എന്തായാലും ഈ ചാപ്റ്ററിന്റെ ബേസിക്സ് ആണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് പോകാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ തിയറി പാർട്ടാണ് നമ്മളിപ്പോ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്പേഴ്സിനെ പറ്റിയിട്ടാണ്. മെയിൻ ആയിട്ട് 2 ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആണ്. ദാറ്റ് ഇസ് റാഷണൽ നമ്പേഴ്സ് ആണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് റാഷണൽ നമ്പർ? എന്താണ് റാഷണൽ നമ്പർ എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? റാഷണൽ നമ്പർ ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ. പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന ഏതൊരു നമ്പറിനെയും നമുക്ക് എന്ത് വിളിക്കാം? റാഷണൽ നമ്പർ എന്ന് വിളിക്കാം അല്ലെ? ഈ റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ എന്നുള്ളതൊക്കെ നമുക്ക് എന്താണ് 1 മാർക്ക് സെക്ഷനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടാ. എന്താണ് റാഷണൽ നമ്പർ എന്നൊന്നുമല്ല, നമുക്കൊരു നമ്പർ തന്നിട്ട് അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ ഏത് ഫോമിലേക്കാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്? പി ബൈ ക്യൂ ഫോം എന്ന് പറഞ്ഞാൽ 3/4 ഒരു റാഷണൽ നമ്പർ ആണ് അല്ലെ? പി ബൈ ക്യൂ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 6/8 ഒരു റാഷണൽ നമ്പർ ആണ്, പി ബൈ ക്യൂ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? ഇതിനകത്ത് പി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആണ്. ശരിയല്ലേ? അല്ലെ? അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമാണ്. പി ബൈ ക്യൂ ഫോമില് ക്യൂ ഒരിക്കലും എന്താകാൻ പാടില്ല? 0 ആകാനായിട്ട് പാടില്ല. ഓക്കെ, 0 ആവാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം എന്ത് തന്നെ ഫ്രാക്ഷൻ പോലെ തന്നെ നമ്മൾ എഴുതും അല്ലെ? സോ ഒരു റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഏത് ഫോമിൽ നമുക്ക് പറയാം? പി ബൈ ക്യൂ ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. സോ ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ ദിസ്. ഓക്കെ, അപ്പൊ റാഷണൽ നമ്പർ എന്താന്ന് എല്ലാവർക്കും കിട്ടിയല്ല? പി ബൈ ക്യൂ ഫോമില് നിങ്ങൾ എല്ലാ സെന്റൻസ് ഒന്നും എഴുതിയെടുക്കേണ്ടതേ പി ബൈ ക്യൂ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അത്രയും ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഒക്കെ കിട്ടി തുടങ്ങും കേട്ടാ. ഒന്ന് റിവൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കും മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ തനി ഓർമ്മയിലേക്ക് വരും. ഓക്കെ, അപ്പൊ പി ബൈ ക്യൂ ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണോ അതാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ദ നമ്പേഴ്സ് വിച്ച് cannot be written in the form of പി ബൈ ക്യൂ അല്ലെ? ഇപ്പൊ നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പർ എന്ന് വെച്ചാൽ അപ്പൊ എങ്ങനെയായിരിക്കും? അതായത് ജസ്റ്റ് ഞാനൊരു നമ്പർ പറയാണ്, പൈ. ഓക്കെ, പൈ എന്ന് പറയുമ്പോൾ കുറച്ചു പേര് ചോദിക്കും, മിസ് 22/7 ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ തരുന്ന ചെറിയൊരു വാല്യൂ മാത്രമാണ് 22/7 എന്നുള്ളത്. അതല്ലാതെ ഇത് പൈയുടെ എക്സാക്ട് വാല്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ പൈ അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള √2 അല്ലെ? √2, √3, √5 ഇതൊക്കെ എന്ത് നമ്പേഴ്സ് ആണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണ്. വിച്ച് cannot be represented in the form of പി ബൈ ക്യൂ. പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ആ ഒരു ഡിഫറൻസ് എല്ലാവർക്കും കിട്ടിയല്ല? അപ്പൊ സാർ ഒരാളൊന്ന് മ്യൂട്ട് ചെയ്തേ. എന്താണ് റാഷണൽ നമ്പർ, എന്താണ് ഇറാഷണൽ നമ്പർ? അമാന ഏറ്റവും ബ്രീഫ് ചെയ്ത് പറഞ്ഞേടാ, എന്താണ് റാഷണൽ നമ്പർ? പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്നത് റാഷണൽ. അപ്പൊ സാർ ഇപ്പുറത്തുനിന്ന് ഒരാള് ഇറാഷണൽ നമ്പർ എന്തായിരിക്കും? ആദിലേ കുട്ടാ. മിഡ്കൻ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ്. അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ പറ്റുമല്ലോ? ക്ലിയർ അല്ലേ പറഞ്ഞത്? യെസ്. ഓക്കെ, അപ്പൊ ദേ ഫസ്റ്റ് 2 ടേംസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടേംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് റാഷണൽ, എന്താണ് ഇറാഷണൽ അല്ലെ? അടുത്ത് നമ്മൾ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യത. ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് അല്ലെങ്കിൽ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതിനകത്ത് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് വെച്ചൊന്ന് പരിചയപ്പെടുത്തി തരാം. എന്താണ് ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ ടെർമിനേറ്റിംഗ് എന്നുള്ളത്. നിങ്ങൾ നോക്കിക്കേ, ഞാനിപ്പോ എഴുതുവാണ് ഇവിടെ 0.32 എന്ന് എഴുതി, അല്ലെങ്കിൽ 4.61 എഴുതി, 3.79 എന്ന് എഴുതി. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് ഡെസിമൽ നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത് അല്ലെ? പോയിന്റ് ഇട്ടിട്ടല്ലേ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഡിജിറ്റ്സ് എഴുതിയിരിക്കുന്ന പോയിന്റ് ഇട്ടിട്ടാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് ഇത്? 0.32 എന്ന് പറഞ്ഞാൽ 32 2ൽ അത് അവസാനിച്ചു, ഇനി അങ്ങോട്ടേക്ക് ഇല്ല ഒന്നും. ശരിയല്ലേ?
അല്ലെങ്കിൽ 4.61 എഴുതി കഴിഞ്ഞാൽ അത് 1ൽ അവിടെ ടെർമിനേറ്റ് ചെയ്തു, അത് അവിടെ അവസാനിച്ചു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത്തരം നമ്പേഴ്സിന് അല്ലെ ദീസ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആർ കോൾഡ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. എന്താണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയും. ടെർമിനേറ്റ് ചെയ്യുന്നത്, അതിനൊരു എൻഡ് ഉണ്ട് അല്ലെ, അങ്ങനെയുള്ള നമ്പേഴ്സ് നമുക്ക് എന്ത് വിളിക്കാം? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഞാനിപ്പോ ഇവിടെ എഴുതുവാണ് 0.3222 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതർവൈസ് 0.3999 എക്സെട്ര. ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഇതിന് നമുക്കൊരു എൻഡ് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ. ഇങ്ങനത്തെ നമ്പേഴ്സ് നമുക്ക് ഒരു എൻഡ് പറയാൻ പറ്റില്ല. അങ്ങനെ എൻഡ് പറയാൻ പറ്റാത്ത നമ്പേഴ്സിന് അപ്പൊ എന്ത് വിളിക്കാം? ടെർമിനേറ്റ് ചെയ്യാത്ത നമ്പേഴ്സ് നമുക്ക് എന്ത് വിളിക്കാം? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സാർ ഒരാൾ മ്യൂട്ട് ചെയ്തേ. ഡിയോൺ കിട്ടാ പറഞ്ഞേടാ. ടെർമിനേറ്റിംഗിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ? നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. അപ്പൊ ഇത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെങ്കിൽ ഇതെന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ്. ഈ നോൺ ടെർമിനേറ്റിംഗിൽ തന്നെ പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? നോൺ ടെർമിനേറ്റിംഗിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, 2 kinds ആയിട്ട് മാറ്റാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഞാൻ ഇവിടെ പറയുവാണ്. ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. 0.31462 എക്സെട്ര, അല്ലെങ്കിൽ 0.2.35912 എക്സെട്ര ഇങ്ങനെ എഴുതി. നിങ്ങൾക്ക് തന്നെ ഒന്ന് പറയാൻ പറ്റുമോ ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും എന്താ പറയാ, എന്താണ് ഇവിടെ വരുന്ന ഡിഫറൻസ് എന്നുള്ളത്? ഇവിടെ വരുന്ന ഡിഫറൻസ് എന്തായിരിക്കും? ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണെന്ന് മനസ്സിലായല്ലോ അല്ലെ. ഇതിന്റെ കേസിലും എക്സെട്ര ഇട്ട് പോകുന്നുണ്ട്, ഇതിന്റെ കേസിലും എക്സെട്ര ഇട്ട് പോകുന്നുണ്ട്. അപ്പൊ രണ്ടും നോൺ ടെർമിനേറ്റിംഗ് ആണ്. പക്ഷേ ഈ നോൺ ടെർമിനേറ്റിംഗ് കൂടാതെ കുറച്ച് വ്യത്യാസങ്ങൾ കൂടിയുണ്ട്. എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് സെയിം ആയിട്ടുള്ള കാര്യം, പക്ഷെ നോൺ ടെർമിനേറ്റിംഗ് അല്ലാതെ അവിടെ വരുന്ന ഡിഫറൻസ് എന്താന്ന് ആർക്കെങ്കിലും പറയാവോ? യെസ്, പറയാം. ഇശൽ പറയടാ. സെയിം നമ്പേഴ്സ് എന്ത് ചെയ്ത് വരുന്നുണ്ട്? ഇപ്പൊ 3 കഴിഞ്ഞ് 2 എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വരുവാണ്. അതായത് ഡോട്ട് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ 2 തന്നെയാണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നതെന്നല്ല അതിന്റെ മീനിങ് അല്ലെ. അതല്ലെങ്കിൽ 0.3999 എഴുതി, അവിടെ 99 എന്നുള്ള ഡിജിറ്റ്സ് എന്ത് ചെയ്ത് പോവാണ്? റിപ്പീറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ ഇതെന്താണ്? നോൺ ടെർമിനേറ്റിംഗുമാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് പറയാ? ദിസ് ഇസ് റിപ്പീറ്റിംഗ് എന്ന് പറയാം. നോൺ ടെർമിനേറ്റിംഗ്, റിപ്പീറ്റിംഗ്. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു വേർഡ്, റെക്കറിംഗ് എന്ന് കേട്ടിട്ടുണ്ടാകും. റെക്കറിംഗ് എന്ന് പറഞ്ഞാലും റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ്? സെയിം ആണ്. ക്ലിയർ ആണോ? വ്യത്യാസം മനസ്സിലായ? ഏബലെ കിട്ടണ്ട? ഓക്കെ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തതിന്റെ കേസിൽ മക്കൾ നോക്കിക്കേ, ആ 3.31462 പിന്നെന്താ നമുക്ക് തന്നെ പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. പല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ? അപ്പോ അവിടെ എന്ത് ചെയ്ത് വരുന്നില്ല? ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് ഓഫ് നമ്പേഴ്സിന് എന്ത് വിളിക്കാം? നോൺ ടെർമിനേറ്റിംഗ്. നോൺ ടെർമിനേറ്റിംഗുമാണ്. അറ്റ് ദ സെയിം ടൈം എന്താണ്? നോൺ റിപ്പീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ നോൺ റെക്കറിംഗ് ആണ് എന്നും പറയാം. ക്ലിയർ ആണ് പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പോ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മളൊന്നും ചിന്തിക്കാനില്ല, ഡിജിറ്റ്സ് അവിടെ എൻഡ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അത് ടെർമിനേറ്റിംഗ് ആണ്. ബട്ട് ഡോട്ട് 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 ഇട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ ടെർമിനേറ്റിംഗ് എന്ന് വിളിക്കാം. അതിൽ തന്നെ നമുക്ക് എന്ത് പറയാം? ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്തു പോവുകയാണെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ റെക്കറിംഗ് ആണ്. ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? നോൺ ടെർമിനേറ്റിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം നോൺ റെക്കറിംഗ് ആണ്. ക്ലിയർ ആണ് പറഞ്ഞ കാര്യങ്ങള്? കിട്ടിയ എല്ലാവർക്കും? കിട്ടിയല്ല? അപ്പൊ ദേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഈ പറയുന്ന നമ്പേഴ്സിനെ തന്നെ നമുക്ക് എന്ത് മാറ്റാം? റാഷണൽ നമ്പേഴ്സ് എന്നും ഇറാഷണൽ നമ്പേഴ്സ് എന്നും മാറ്റാം. ഓക്കെ, ഈ ടെർമിനേറ്റിംഗും നോൺ ടെർമിനേറ്റിംഗ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? റാഷണൽ നമ്പർ എന്നും ഇറാഷണൽ നമ്പർ എന്നും പറയാം. അപ്പൊ മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് വെറുതെ കുറച്ച് നമ്പേഴ്സ് തരാം. അത് വെച്ച് നിങ്ങൾ ആദ്യം ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യ്. ജസ്റ്റ് നോക്കുക, 0.3555 എക്സെട്ര. ഓക്കെ, അതല്ലെങ്കിൽ 3.671232 എക്സെട്ര.
Okay, then 4.91236 etc. 3.777 etc. ഇത് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. യെസ് സാറെ, ഫസ്റ്റ് ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തോ. റോഷൻ കുട്ട പറയടാ, ഫസ്റ്റ് വൺ എന്താണ്? ഗുഡ് ഈവനിങ്, പറഞ്ഞ മോനെ. ഫസ്റ്റ് വൺ എന്താണ്? ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ? നോൺ ടെർമിനേറ്റിംഗ് ആണ് അല്ലെ. അതിന് എന്ത് വരുന്നില്ല? ഒരു എൻഡ് വരുന്നില്ല, ശരിയല്ലേ? അപ്പൊ ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, നോൺ ടെർമിനേറ്റിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം എന്താണ്? റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ റെക്കറിംഗ് ആണ് അല്ലെ. റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ റെക്കറിംഗ്, നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് യൂസ് ചെയ്തോ. പക്ഷെ രണ്ടും അറിഞ്ഞിരിക്കണം, നമുക്ക് തരുന്ന ഓപ്ഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗുമാണ്, നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗുമാണ്. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് വൺ കിട്ടിയല്ല. അപ്പൊ സെക്കൻഡ് വൺ ആര് പറഞ്ഞുതരും? അവാനി പറയടാ. 3.671232 എക്സെട്ര. ഇതെന്ത് നമ്പേഴ്സ് ആണ്? ഏത് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം നോൺ റിപ്പീറ്റിംഗ് ആണ് അല്ലെങ്കിൽ നോൺ റെക്കറിംഗ് ആണ് അല്ലെ. നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിംഗ് എന്ന് പറയാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? കിട്ടി. ഓക്കെ, then next one ആര് പറഞ്ഞുതരാം? 4.91236. സിദ്ധാർത്ഥൻ കൂട്ടാ പറയടാ. സെയിം തന്നെ അല്ലെ. നോൺ ടെർമിനേറ്റിംഗും ആണ്, നോൺ റെക്കറിംഗും ആണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിംഗ് എന്ന് വിളിക്കാം. then ലാസ്റ്റ് വൺ ആര് പറയും? തമന്ന. യെസ് പറഞ്ഞു മോളെ. നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ്. ഓക്കെ, ദാറ്റ് ഇസ് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. എന്ത് പറഞ്ഞാലും സെയിം ആണ്. അപ്പൊ എങ്ങനെയാണ് ഡെസിമൽ എക്സ്പാൻഷന് നോൺ ടെർമിനേറ്റിംഗ് എന്നും ടെർമിനേറ്റിംഗ് എന്നും കൺവേർട്ട് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും? കിട്ടിയില്ലേ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഇവിടെ ഉണ്ടാ? ഈ പറഞ്ഞതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? ഇല്ല, ഉറപ്പല്ലേ? വേറൊന്നുകൊണ്ടല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു സാധനം കൂടി പറയാനുണ്ട്, അവിടെ കൺഫ്യൂസ്ഡ് ആവരുത്. യെസ്, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. വേറൊന്നുകൊണ്ടല്ല, നിങ്ങൾക്ക് ഇത് ചോദിക്കുന്ന എവിടെയാണെന്ന് അറിയോ? 1 മാർക്ക് ക്വസ്റ്റ്യനിലാണ്. അപ്പോ ഓപ്ഷൻസ് തരും, സെയിം ഓപ്ഷൻസ് തന്നെ ആയിരിക്കും. അത് മനസ്സിലാക്കാൻ പറ്റണത് സെയിം ഓപ്ഷൻ ആണ് ഈ തന്നിരിക്കുന്നത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ കണ്ട ടെർമിനേറ്റിംഗ് എന്താണ്? ഡൗട്ട് ഏതാണ്? സ്മൃതി ചോദിച്ചോ, എന്താണ് ഡൗട്ട്? ത്രീ വരും നമുക്ക് അറിയില്ലല്ലോ. 232 എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സാം സോറി അതിന്റെ മീനിങ് എന്താ? 222 എന്ന് പോകുന്നല്ലേ ഏട്ടാ. അത് അങ്ങനെ ആ ഒരു രീതിയിലാണ്. ഇപ്പൊ 232323 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 2323 തന്നെയാ പോയിക്കൊണ്ടിരിക്കുക. മനസ്സിലായ? ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ മനസ്സിലാക്കാം. അപ്പൊ ദേ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുവാണ്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോ ചോദിക്കാം, ഇതില് ഏതെങ്കിലും റാഷണൽ നമ്പേഴ്സ് ഉണ്ടോ, ഏതെങ്കിലും ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ടോ? നമ്മൾ റാഷണൽ നമ്പറിന്റെ ഇറാഷണൽ നമ്പറിന്റെ ഡെഫിനേഷൻ എന്താ പഠിച്ചത്? റാഷണൽ എന്ന് വെച്ചാൽ P/Q ഫോം ആയിരിക്കും, ഇറാഷണൽ എന്ന് വെച്ചാൽ P/Q ഫോം അല്ലാത്തതെന്നാണ് പഠിച്ചത് അല്ലെ. ഇതല്ലാതെ ഡെസിമൽ എക്സ്പാൻഷൻ വെച്ച് നമുക്ക് എന്ത് പറയാം? റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് പറയാം. മനസ്സിലായ? അപ്പൊ റാഷണൽ ആണെങ്കിൽ അവിടെ വരുന്ന കണ്ടീഷൻ ഇതാണ്, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. എന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെങ്കിൽ ഇത് എന്ത് നമ്പർ ആണ്? റാഷണൽ നമ്പർ ആണ്. ഓക്കെ, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് വരുന്നത് എന്താണ്? റാഷണൽ നമ്പർ ആണ്. ഓക്കെ, അതായത് ഈ 3.77 എന്ത് തന്നെയാണ്? റാഷണൽ ആണ്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയ? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെങ്കിൽ റാഷണൽ ആണ്. അതേപോലെ തന്നെ ടെർമിനേറ്റിംഗ് ആണെങ്കിലും റാഷണൽ ആണ്. ഓക്കെ, ടെർമിനേറ്റിംഗ് ആണെങ്കിലും എന്ത് തന്നെയാണ്? റാഷണൽ ആണ്. അതിനൊരു എൻഡ് ഉണ്ടെങ്കിലും എന്താണത്? റാഷണൽ ആണ്. അതല്ലാത്ത കേസില് തോന്നിയ പോലെ പോകുന്ന ആൾക്കാരില്ലേ, ആ തോന്നിയ പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, അവന്മാരെ വിളിക്കുന്ന പേരാണ്
ഇറാഷണൽ നമ്പേഴ്സ് എന്ന്. ഇറാഷണൽ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഇറഗുലാരിറ്റി ഉള്ള ആൾക്കാർ അല്ലെ. അപ്പൊ അവരെ നമുക്ക് എന്ത് വിളിക്കാം? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ പറഞ്ഞത്? ദാറ്റ് ഇസ് നോൺ ടെർമിനേറ്റിംഗും നോൺ റെക്കറിംഗും ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് എന്ത്? ഇറാഷണൽ. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെങ്കിലും ടെർമിനേറ്റിംഗ് ആണെങ്കിലും എന്ത് തന്നെയാണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? അപ്പൊ ഈ പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ഒന്ന് എഴുതി വെച്ചേ, വേഗാവട്ടെ. ഇപ്പൊ നിങ്ങൾ കേൾക്കുമ്പോ നല്ല സുഖമുണ്ട്, കേൾക്കാനും ചെയ്യാനൊക്കെ സുഖമുണ്ട്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ സുഖമൊക്കെ പോകും അല്ലെ. ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ മറന്ന് ലാസ്റ്റ് ചാപ്റ്റർ മാത്രമേ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുള്ളൂ. അപ്പോ ഇതൊന്ന് എഴുതി വെക്കുക എല്ലാവരും. സോ ദി ഫസ്റ്റ് വൺ റാഷണൽ എന്നും സെക്കൻഡ് വൺ ഇറാഷണൽ എന്നും കൊടുത്ത എല്ലാവരും വേഗാവട്ടെ. ഫസ്റ്റ് വൺ റാഷണൽ എന്നും ഇറാഷണൽ എന്നും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇതിൽ തന്നെ റാഷണൽ ആണെങ്കിൽ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും? ഫസ്റ്റ് വൺ ആര് പറയും? പറഞ്ഞോ കൂട്ടാ. റാഷണൽ ആണെങ്കിൽ ഡെസിമൽ എക്സ്പാൻഷൻ ഫസ്റ്റ് ടൈപ്പ് എങ്ങനെയായിരിക്കും? സാർ ഒന്ന് മ്യൂട്ട് ചെയ്തേ, എനിക്ക് എന്റെ ശബ്ദം കേൾക്കുന്നത് ഇഷ്ടല്ല, അതുകൊണ്ടാണ്. എടാ പറഞ്ഞ ആൻസർ. ആണല്ലേ, അവനെന്തോ പറയാ. ഓക്കെ, അടുത്ത ആളൊന്ന് മ്യൂട്ട് ചെയ്തപ്പോഴേക്കും. വലിയ മനുഷ്യന് ആരാണത്? വലിയ വലിയ ആൾക്കാരെയൊക്കെ വിളിക്കാന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മളൊക്കെ പാവപ്പെട്ടവര്. യെസ്, നസ്മിൻ പറഞ്ഞോ. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ടെർമിനേറ്റിംഗ് ആണ് അല്ലെ. ഫസ്റ്റ് ടൈപ്പ് ടെർമിനേറ്റിംഗ് ആണ്. ടെർമിനേറ്റിംഗിന് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാൻ ആരാണ് വരുന്നത്? ഫെലിക്സ് പറഞ്ഞുതരും. ഫെലിക്സേ, ടെർമിനേറ്റിംഗിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേടാ. 0.35 അല്ലെ, ഇത് ടെർമിനേറ്റിംഗ് ആണ്. മിടുക്കൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ആൾ അൺമ്യൂട്ട് ചെയ്തോ. ടെർമിനേറ്റിംഗ് കൂടാതെ ഒരു ടൈപ്പ് ഓഫ് ഡെസിമൽ എക്സ്പാൻഷൻ കൂടി പഠിച്ചല്ല. ഡിയോണ, ഏതാണ് നമ്മളിപ്പോ പഠിച്ചത്? ടെർമിനേറ്റിംഗ് കൂടാതെ ഇതാണ് പ്രശ്നം. അപ്പൊ തന്നെ പഠിച്ചു പോണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പല തവണ ഇത് പറഞ്ഞ് ഈ തിയറി മാത്രം സെറ്റ് ആക്കുന്നത്. കണ്ടാ, ഇപ്പൊ പഠിച്ച സാധനം ഇപ്പൊ തന്നെ മറന്നുപോയി. ഇടി കിട്ടൂല്ലേ സാറേ? എന്താണ് ഡിയോണ കുട്ടി? ഒരാളൊന്ന് പറഞ്ഞു കൊടുത്ത ഡിയോണക്ക്. സൂര്യ പറഞ്ഞു കൊടുക്കടാ. നോൺ ടെർമിനേറ്റിംഗ് ആണ്, റിപ്പീറ്റിംഗുമാണ് അല്ലെ. ഒരു എന്താ പറയാ, ഒരു ഉത്തരവാദിത്തമുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും റാഷണല്. അതേസമയം ഇറഗുലർ ആയിട്ടുള്ള തോന്നിയ പോലെ നമ്പേഴ്സ് പോകുന്ന ആൾക്കാരായിരിക്കും ഇറാഷണൽ എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടാ? ഉണ്ടാ? എവിടെ 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 എവിടെ? അപ്പൊ നോൺ ടെർമിനേറ്റിംഗ് അതേപോലെ തന്നെ എന്തായിരിക്കും? നോൺ റെക്കറിംഗ്, സോറി റിപ്പീറ്റിംഗ് ആയിരിക്കും. നോൺ ടെർമിനേറ്റിംഗും റിപ്പീറ്റിംഗും ആയിട്ടുള്ളതാണ് എന്തെന്ന് പറഞ്ഞാൽ റാഷണൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? റാഷണൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സാമ്പിൾ നമുക്ക് എന്ത് എഴുതാം? 3.5555 എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്പേഴ്സ് എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. ശരിയല്ലേ? ഓക്കെ, ഫസ്റ്റ് വൺ കിട്ടി. ഡിയോണ കുട്ടി കിട്ടിയാ? സെറ്റാണ്. ഇനി തെറ്റിക്കോ? എഴുതി വെക്കേണ്ടതൊക്കെ. ഇതൊക്കെ നിങ്ങളുടെ മെറ്റീരിയൽ ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല കേട്ടാ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു തവണ എഴുതിയാൽ നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കും. ഓക്കെ, അപ്പൊ അതേ ടെർമിനേറ്റിംഗും നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗും നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇറാഷണൽ എന്ന് പറയുമ്പോ എന്താ വരിക? ഇറാഷണൽ ആരാണ് പറഞ്ഞത്? ഇപ്പൊ പഠിച്ച കാര്യം തന്നെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തന്നാ മതി എനിക്ക്. എവിൻ ഗുഡാ പറയടാ. ഇറാഷണൽ എന്ന് പറയുമ്പോ ഏത് ടൈപ്പ് ഓഫ് ഡെസിമൽ എക്സ്പാൻഷൻ? മിടുക്കൻ. നോൺ ടെർമിനേറ്റിംഗും ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം നോൺ റെക്കറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ റിപ്പീറ്റിംഗ് ആയിരിക്കും. എന്റെ അമ്മയൊക്കെ അടിച്ച്. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ സാർ എടുത്ത ആളെ വിളിച്ചോ. എക്സാമ്പിൾ ആര് പറഞ്ഞുതരും? അനന്തിത. യെസ് പറഞ്ഞ മോളെ. അല്ലെ, 0.35 to
ഓക്കെ 3 6 എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇതെന്താണ്, ഒരു ഇറഗുലർ ആയിട്ടാണ് പോകുന്നത്. സോ നമുക്ക് എന്ത് വിളിക്കാം, ഇതിനെ ഇറാഷണൽ നമ്പർ എന്ന് വിളിക്കാം. അപ്പോ മിസ് പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്, ഇത് 1 മാർക്ക് ക്വസ്റ്റ്യന്റെ ഒരു ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തത്. 1 മാർക്ക് ചോദിക്കുമ്പോ എളുപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സെഷൻ ആണ്. അതേടാ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും തന്നെ 0.2828. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ, അല്ലെങ്കിൽ ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ്, റിപ്പീറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ്, റെക്കറിംഗ് ആണോ എന്നൊക്കെ തന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റണം ഇത് ഏതാണ്, അല്ലെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ടേംസ് ഞാനിവിടെ ഒന്ന് പരിചയപ്പെടുത്തി തന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞേ, 0.2828 എന്നാണ് വരുന്നതെങ്കിൽ ഇത് എന്തായിരിക്കും, റാഷണൽ ആയിരിക്കോ ഇറാഷണൽ ആയിരിക്കോ? യെസ്, എയ്ഡൻ കൂട്ടാ പറയടാ. 0.2828 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റാഷണൽ ആയിരിക്കും. കാരണം നോൺ ടെർമിനേറ്റിംഗ് ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം എന്താണ് വരുന്നത്, റിപ്പീറ്റിംഗ് ആണ് വരുന്നത്. അപ്പൊ ഇത്രയും ഈ ഒരു ടൈപ്പ് ഓഫ് നമ്പേഴ്സ് നമുക്ക് എന്ത് വിളിക്കാം, റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ പറഞ്ഞത്? കിട്ടിയ എല്ലാവർക്കും? കിട്ടാത്ത ആരുമില്ലല്ലോ, ഉറപ്പാണല്ലോ. അപ്പൊ അതെ, ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും അവിടെ എഴുതിയിട്ടോ, ഇത് 1 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും, കിട്ടിയിരിക്കും കേട്ടോ. 1 മാർക്കിന് ചോദിക്കാറുണ്ട്, എല്ലാത്തിലും MCQലാണ് ഈ ഒരു പോർഷൻ വരാറ്. എങ്ങനെയെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട്. റാഷണൽ ഇറാഷണൽ ഈ രീതിയിലൊക്കെ ഓപ്ഷൻസ് തരുന്നത് എന്താണ്, ചോദിക്കാറുണ്ട്. റിക്കറിംഗ് എന്ന് പറഞ്ഞാലും റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞാലും എന്താണ്, സെയിം തന്നെയാണ് കേട്ടോ. എന്തെഴുതിയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. യെസ്, ആർക്കാണ് ഡൗട്ട്? ചിന്മയ് ചോദിച്ചോ മോനെ. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് 3.677 എന്ന് പറഞ്ഞാല് റിപ്പീറ്റിംഗ് തന്നെയാണ്, സോറി റാഷണൽ തന്നെയാണ്. കുഴപ്പമില്ല, പിന്നത്തെ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് തന്നാ മതി. അക്ഷര ചോദിച്ചു മോളെ. ബാക്കിയുള്ളൊരു വേഗം ലോസ് ഓഫ് എക്സ്പോണൻസ് ഒന്ന് എഴുതിയെടുത്തേ. 0.2828 ഞാൻ പിന്നെ ഡോട്ട് ഒന്നും ഇട്ടില്ലല്ലോ. ടെർമിനേറ്റിംഗും നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗും ആണുള്ളത് റാഷണലിന്റെ കേസിൽ. അത് ജസ്റ്റ് നോക്കിക്കേ, ഇവിടെ 0.2828 സ്റ്റോപ്പ് ചെയ്ത് വേറൊന്നുമില്ല, അവസാനിച്ച്. ഇതെങ്ങനെ നോൺ ടെർമിനേറ്റിംഗ് ആവും? ഡോട്ട് ഡോട്ട് ഇട്ടില്ലെങ്കിൽ എങ്ങനെ നോൺ ടെർമിനേറ്റിംഗ് ആവും? 2828 വന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് ഡോട്ട് ഡോട്ട് ഇല്ലല്ലോ. മനസ്സിലായ? ഓക്കെ, ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണോ ഇവിടെ പ്രശ്നം എന്നുള്ളത്. ഓക്കെ, ഡോട്ട് ഡോട്ട് ഇല്ലെങ്കിൽ അത് നോൺ ടെർമിനേറ്റിംഗ് അല്ല, ടെർമിനേറ്റിംഗ് ആണ് കേട്ടാ. ഓക്കെ, അക്ഷരന് അനിയത്തിയിൽ നിന്നും അനിയനിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തേണ്ട വരും, പാവം കുറെ കിട്ടുന്നുണ്ട് നന്നായിട്ട്. അൻവിനെ ഡൗട്ട് എന്താണ് മക്കളെ? ബാക്കിയുള്ളവർ എഴുതി എടുത്ത എല്ലാവരും വേഗം എഴുതി എടുക്കട്ടാ. ലോ ഓഫ് എക്സ്പോണൻസ് എഴുതി കഴിഞ്ഞൊരു വേഗം പഠിച്ചോ. ഇത് പഠിച്ചാലാണ് ഇന്നത്തെ കുറച്ചധികം നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എവിടെ ആൻവിന്റെ ഒന്നും വരുന്നില്ലല്ലോ, സൗണ്ട് ഒന്നും ഇങ്ങോട്ടേക്ക് ഇല്ല. ഞാൻ പറയണ വല്ലതും കേൾക്കണുണ്ടാന്നാവോ? ഇല്ല, വെരി ഗുഡ്, ഇല്ല എന്ന് പറയണ്ട. അപ്പൊ അത് കേൾക്കാതെയാണോ പറയണത്? എടാ ഹെഡ്സെറ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് പറഞ്ഞു നോക്കി, ഡിസ്കണക്ട് ചെയ്യ്. കേൾക്കണില്ലടാ, ഒന്ന് ചാറ്റിലേക്ക് അയച്ച മോൻ. അവനിടക്കിടക്ക് ഇഷ്യൂ ഉള്ളതാണ്. എഴുതി കഴിഞ്ഞ എവിൻ അൺമ്യൂട്ട് ചെയ്തോടാ. റാഷണൽ തന്നെയാണ്, ഇപ്പോഴും റാഷണൽ തന്നെയാണ്.
ആടാ റാഷണലാണ്. അത് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആവുന്നു മാത്രം കേട്ടോ. ആ ഒരു വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും ലോ ഓഫ് എക്സ്പോണൻസ് എഴുതി കഴിഞ്ഞാ എന്താണ് ലോ ഓഫ് എക്സ്പോണൻസ് പറയുന്നത്? a raised to m into a raised to n is equal to a raised to m plus n. ഇതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ലോ. അതായത് ഇതില് എന്താണ് എക്സ്പോണന്റ്, എന്താണ് ബേസ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഏതാ 2 raised to 6. 2 raised to 6 എന്ന് പറഞ്ഞാല് ഇതില് 2 ആണ് എന്തെന്ന് പറയുന്നത്? ബേസ് എന്ന് പറയുന്നത്. 6 ആണ് എന്ത്? എക്സ്പോണന്റ് അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത്. ശരിയല്ലേ? അല്ലെ? അപ്പൊ 2 raised to 6 എന്ന് പറയുമ്പോ അതിൽ 2 ബേസും 6 എന്താണ്? എക്സ്പോണന്റ് അല്ലെങ്കിൽ പവറുമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി ഇവിടെ പഠിക്കാനുള്ളത്. ദാറ്റ് ഇസ് ലോ ഓഫ് എക്സ്പോണൻസ്. ഇവിടെ ഫസ്റ്റ് എന്താണ്? a raised to m into a raised to n. a raised to m into a raised to n എന്ന് പറഞ്ഞാൽ അവിടെ ബേസ് സെയിം ആണെന്നല്ലേ അർത്ഥം? അല്ലെ? ബേസ് സെയിം ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 2 raised to 3 into 2 raised to 7 എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ബേസ് സെയിം ആണ്. ബേസിനെ പറ്റി നോ വറി അല്ലെ? ഓൺലി വറി അബൌട്ട് ദ എക്സ്പോണൻസ്. ശരിയല്ലേ? അതായത് എന്താണ്? 2 raised to 3 into 2 raised to 7 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് എന്തിനെ പറ്റി മാത്രം വറി ചെയ്താൽ മതി? എക്സ്പോണൻസിനെ പറ്റി വറി ചെയ്താൽ മതി. ദാറ്റ് ഈസ് എന്ത് കിട്ടി? 2 raised to 10 കിട്ടി. ഓക്കെ ആണോ? ഫസ്റ്റ് വൺ കിട്ടിയാ? പഠിച്ചെല്ലാവരും ലോ ഓഫ് എക്സ്പോണൻസ് കാണാതെ പഠിച്ചാലാണ് ഇന്നത്തെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ദിവസം ആയാലാണ് പഠിക്കാനൊക്കെ ഒന്നും തരാതിരുന്നത്. എന്തായാലും ഒന്ന് വരട്ടെ അല്ലേ? വന്നിട്ട് വേണം അതെ ഒന്ന് മെരിച്ചെടുക്കാനായിട്ടൊക്കെ. സോ 2 raised to 3 into 2 raised to 7 is equal to 2 raised to 10. മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ ആണോ? കിട്ടി. ഓക്കെ, ഇനി അതേ സമയം 2 raised to 3 all raised to 7 ആയിരുന്നു എന്ന് വിചാരിക്കാം. 2 raised to 3 all raised to 7 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇത് ഏത് ഫോമായി? a raised to m all raised to n എന്ന് പറയുന്ന ഫോമാറ്റ് ആയി. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 2 raised to 3 into 7 എന്ന് വേണം എഴുതാൻ. ഓക്കെ, 2 raised to 3 into 7 എന്ന് വേണം എഴുതാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 raised to 21. ക്ലിയർ ആണോ? എന്താണ് സാറേ? ക്ലിയർ ആയില്ല. കിട്ടിയ എല്ലാവർക്കും? കിട്ടിയാ? ഓക്കെ, then next one a raised to m by a raised to n. അതായത് 2 raised to 4 by 2 raised to 1 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെയും എന്ത് സെയിം ആണ്? ബേസ് സെയിം ആണ്. പക്ഷെ വന്നിരിക്കുന്ന ഡിവിഷൻ അല്ലേ? ഡിവിഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? 2 raised to 4 minus 1 എഴുതാം. That is equal to 2 raised to 3. Okay, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താണ്? ബേസ് സെയിം ആണ്, എക്സ്പോണൻസ് ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഇവിടെയും ബേസ് സെയിം ആണ്, പക്ഷെ എക്സ്പോണൻസ് ഡിഫറെന്റ് ആണ്, ഡിവിഷൻ ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് വേണം ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? കിട്ടിയ? 4 raised to 10. ഇവിടെ എങ്ങനെ 4 raised to 10 ഒക്കെ വരും? അസ്ര, എനിക്ക് മനസ്സിലായില്ല മോൻ ചോദിച്ചത് എന്താന്നുള്ളത്. ഇതായിരിക്കോ ചോദിക്കണത്? അതില് എന്താണ്? അതാണ് ഈ ലോ പറയണത്. 2 raised to 3 into 2 raised to 7 ആണെങ്കിൽ 2 raised to 3 plus 7 ആണ് അല്ലേ? ലോ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത്. മനസ്സിലായ? പിന്നെ അവിടെ 2 into 2 ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എന്താണ്? 2 raised to m plus n, that is 3 plus 7. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 raised to 10 കിട്ടി. ഓക്കെ, എന്താടാ? കാണിച്ചു തരാം. അതൊരെണ്ണം പറഞ്ഞു തീരട്ടെ. ഓക്കെ, സോ 2 raised to 4 by 2 raised to 1 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി?
2⁴ - 1 which is equal to 2�3 കിട്ടി അല്ലെ. ഇനി ഇതേടെ മക്കളെ ഇവിടെ ഒന്ന് നോക്കിക്കേ. ഇവിടെ വരുമ്പോഴേക്കും എന്താണ് എക്സ്പോണൻസ് സെയിം ആയി. നമ്മൾ ആരെ പറ്റിയാണ് വറി ചെയ്യേണ്ടത്? നമ്മുടെ ബേസിനെ പറ്റിയിട്ടാണ് അല്ലെ. അതായത് 2⁵ into 2⁵ into 5�3 എന്നാണെന്ന് വിചാരിക്കുക. 2⁵ into 5�3. ഇവിടെ എന്താണ് എക്സ്പോണൻസ് സെയിം ആണ് അല്ലെ. എക്സ്പോണൻസ് സെയിം എന്താണോ സെയിം വരുന്നത് അതിന് നമ്മൾ ഒരാളെടുത്താൽ മതി. അങ്ങനെ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്? 2ഉം 5ഉം അല്ലേ. അപ്പൊ നമുക്ക് 2 into 5 all raised to 3 എന്ന് ഇടുക. ഓക്കെ, 2 into 5 all raised to 3. അതാണ് ഈ ലോ പറയുന്നത്. എന്താണ്? a raised to n into b raised to n is equal to a into b all raised to n. ഓക്കെ, ഇതൊക്കെ ലോസ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. 8ലും 7ലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ലോസ് തന്നെയാണ് കേട്ടോ. ഇനി ലാസ്റ്റ് വൺ ഒന്ന് നോക്കിക്കേ. 1/a raised to n, that is 1/2 raised to 3 എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വിചാരിക്കാം. 1/2 എന്നാണെങ്കിൽ അതിന്റെ പവർ നിങ്ങളൊന്ന് നോക്കിയേക്കാം. എന്തായിരിക്കും വരുന്നത്? 1/2 നേരെ അതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 2⁻³ സൈൻ നേരെ മാറും. എക്സ്പോണന്റ് സൈൻ പ്ലസ് ആയിരുന്നെങ്കിൽ അല്ലെ, പവറിന്റെ സൈൻ ഇവിടുത്തെ പവർ എന്താണ്? 3 ആണ് അല്ലെ. ആ 3യുടെ സൈൻ ഇവിടെ പോസിറ്റീവ് അല്ലേ അല്ലെ. 3യുടെ സൈൻ പോസിറ്റീവ് അല്ലേ. സൈൻ പോസിറ്റീവ് ആണെങ്കിൽ അത് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോ എന്താകും? നെഗറ്റീവ് ആവും എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല വലിയ പ്രോബ്ലംസിലും നമ്മളെ തെറ്റിക്കുന്ന ഒരാളാണ്. കാണുമ്പോ ഏറ്റവും ചെറിയ ലോ ആണ് അല്ലെ. പക്ഷേ അങ്ങനെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ മിണ്ടാപ്പൂച്ച കലടക്കം അറിയില്ലേ, അതേപോലത്തെ സാധനമാണ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവസാനം വരുമ്പോ ഇവനാണ് നമ്മളിട്ട് കറക്കാൻ പോണത്. ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതാണ്. 1/2 എന്നുള്ളത് നേരെ ഇതിന്റെ റെസിപ്രോക്കലിലേക്ക് എടുക്കുമ്പോ, അതായത് ഇവിടെ /1 ഉണ്ട്, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ന്യൂമറേറ്ററിലുള്ളത് ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോ അത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആകും. ഡിനോമിനേറ്ററിലുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോ എന്താകും? അത് നെഗറ്റീവ് ആകും. ഈ ഒരു ലോജിക്ക് മാത്രം അവിടെ മതി. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാണ് 1/5⁶ എന്നാണ് വിചാരിക്കുക. 1/5⁶. അപ്പൊ ഇത് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലേക്ക് 5⁶ വന്നു കഴിഞ്ഞാൽ അവിടെ സൈൻ എന്താകും എന്നാണ് അതിന്റെ മീനിങ്? നെഗറ്റീവ് ആകും എന്നാണ് മീനിങ്. മനസ്സിലായ? ഇതാണ് ഇവിടെ വരുന്ന ലോസ്. നിങ്ങൾ ഇതിനകത്ത് എന്ത് പഠിക്കണം? ലോ ഓഫ് എക്സ്പോണൻസ് ഭംഗിയായി പഠിച്ചാലേ ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് പഠിക്കാം. ഒരു 2 minutes ഞാൻ തരട്ടെ. ഒരു 2 minutes കൊണ്ട് പഠിക്കോ? എന്നാലേ എന്തെങ്കിലും കുഞ്ഞു ക്വസ്റ്റ്യൻസ് തരുമെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വേഗം എല്ലാവരും പഠിച്ചേ. വേഗം ഓൾ സ്റ്റാൻഡപ്പ്, ഓൾ സ്റ്റാൻഡപ്പ്. ചട്ടപ്പടേ പഠിച്ചേ. കുറെ പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും, എന്നാലും എണീറ്റോ, കുഴപ്പമൊന്നുമില്ല മക്കളെ. ഒന്ന് എണീക്കൊന്ന് ചില്ലാവട്ടെ. കുറെ പേര് ആദ്യമായിട്ടും അല്ലെ, കുറെ നാളത്തേക്ക് കേൾക്കുന്നവരുണ്ടാവും. കുറച്ചുപേര് ഇപ്പൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളൂ അല്ലെ. ഓക്കെ, പഠിക്കുക. കാരണം ഈ ലോസ് പഠിച്ചാലാണ് ഇതേപോലെ പ്രോബ്ലംസ് വരുമ്പോൾ അതിലേത് ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുള്ളൂ. അതുണ്ടെങ്കിലാണ് ഇന്നത്തെ കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് നമുക്ക് തകർക്കാൻ പറ്റുക. ഇത് ശരിക്കും പറഞ്ഞാല് ഈ പറയുന്ന ലോന്റെ കേസിൽ പ്രത്യേകിച്ച് വേറൊരു ഡൗട്ടും വേണ്ട കാര്യമില്ല. ഇതിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാണ്, ഒരാൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് വേറെ റോളൊന്നും ഇല്ല. ഓക്കെ, ഇതിനകത്ത് ക്വസ്റ്റ്യൻ തരുന്നത് നിങ്ങൾ ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പഠിച്ചു കഴിഞ്ഞവരെഴുന്നോ. ഫാബിയോ ഇവിടെ എവിടെയാണ് ഡൗട്ട്? അത് ഇവിടുന്ന് അപ്പുറത്താവില്ലേ ഇപ്പുറത്ത് ആ ഭാഗത്തേക്ക് നെഗറ്റീവ് ആവില്ലേ? അത് പവർ നെഗറ്റീവ് ആവും. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആവും, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും. നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. മിസ് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, അത് വെച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. ഇപ്പൊ ഞാൻ തരുന്നത് എഴുതിക്കോ, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് എഴുതിക്കോ. 2⁻⁻3/2⁻5 ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, 2⁻⁻3/2⁻5 ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലായി ഇവിടെ എന്താണ്
സെയിം ബേസ് ആണ് അല്ലെ. സെയിം ബേസ് ആണെങ്കിൽ ഡിവിഷൻ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യണം? ഡിവിഷൻ വരുമ്പോ എന്ത് ചെയ്യണം? അത് തമ്മിൽ മൈനസ് ചെയ്യുക. അപ്പൊ 2 - 3 - -5 ഇങ്ങനെ എഴുതിയാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. 2 - 3/2 - 5 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇതിനെ തന്നെ നമുക്ക് എങ്ങനെയും എഴുതാം? 2/5/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോ 2 - 3/2 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ത് തന്നെയാണ്? 2/5/2 തന്നെയാണ്. ഇനി നിങ്ങൾക്ക് മൈനസിന്റെ പ്രശ്നം വരില്ല കാൽക്കുലേഷനില് അല്ലെ. കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം. കാരണം എന്താണ്? ബേസ് സെയിം ആണ്. ബേസ് സെയിം ആണ്, ഡിവിഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാർ ഒരാൾ അൺമ്യൂട്ട് ചെയ്തേ. ബേസ് സെയിം ആണ്, ഡിവിഷൻ ആണ് വരുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? യെസ്, മീര അൺമ്യൂട്ട് ചെയ്ത് പറയടാ. 2 എന്ന് പറയുന്നത് സെയിം അല്ലെ, ബേസ് സെയിം ആണ്. ഇനി എന്ത് ചെയ്യണം? 5 - 3 ഡിവിഷൻ ആകുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യണം അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പൊ 2/5 - 3 എന്ന് വെച്ചാൽ 2/2 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഓക്കെ ആണോ? ഇനിയിപ്പോ ഞാൻ ചോദിക്കുന്ന 1/5 -8 എന്നാണ് വിചാരിക്കുക. 1/5 -8 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? which is equal to 5/8 എന്നായിരിക്കും അല്ലെ. കാരണം എന്താണ്? നേരെ 5 - 8 ഇങ്ങോട്ട് കൊണ്ടുപോവാ, ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവാ. ഇവിടെ by 1 ഉണ്ടെങ്കിലും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലെ. അപ്പൊ നമുക്ക് 5/8 എന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ ദേ ഇതൊന്ന് ചെയ്തു പറഞ്ഞ വേഗം. 3/3 into 3/6 4/2 all raised to 3. വേഗാവട്ടെ. കിട്ടിയാ? ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സാറേ. 3/3 into 3/6 എന്ത് വരും? ഏബൽ പറയടാ. ചോദിച്ചോ? ഒരു ലോ ഓഫ് ഉണ്ട്. ചെയ്യാം, നമുക്കത് പറയുന്ന സമയത്ത് ചെയ്തു പോവാട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. അപ്പൊ അത് ഇവിടെ പറയും. 3/3 into 3/6 എന്ത് വരും? 3/9 വരും. കാരണം മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. അടുത്ത 4/2 all raised to 3 എന്ത് വരും? അടുത്ത ആൾ അൺമ്യൂട്ട് ചെയ്ത് സാറേ. സഫ പറയടാ. 4/2 into 3 അല്ലെ. 4/2 into 3 that is equal to 4/6. മനസ്സിലായ? ഏകദേശം ഒരു ധാരണ കിട്ടിയ? ഇത് വെച്ച് നമുക്ക് ഇനി ടെക്സ്റ്റിൽ വരുന്ന പ്രോബ്ലംസ് വെച്ചാൽ വളരെ കുറച്ച് പ്രോബ്ലംസ് ഉള്ളൂ. പക്ഷേ അതൊന്നും എക്സാമിന് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ രസം കേട്ടാ. നിങ്ങൾക്ക് ചോദിക്കാറ് അതിന്റെ കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണമെങ്കിൽ എന്തറിയണം? ലോ ഓഫ് എക്സ്പോണൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇന്നത്തെ കേസിൽ ബാക്കി ടെർമിനേറ്റിംഗ് നോൺ ടെർമിനേറ്റിംഗ് ഒന്നും നിങ്ങൾക്ക് ഇക്വേഷൻസ് ഒന്നും പഠിക്കാനില്ല. പക്ഷെ ഇതില് ലോ ഓഫ് എക്സ്പോണൻസ് കറക്റ്റ് ആയിട്ട് അതിന്റെ ലോസ് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? ഇവിടെ കിട്ടൂല ചെയ്യാനായിട്ട് കേട്ടാ. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഇനിയുള്ള പ്രോബ്ലം സെഷനിലേക്ക് വരുമ്പോ അല്ലെ, മോർണിംഗ് ബാച്ചുകാർക്ക് മോർണിംഗ് ആയിരിക്കും, ഈവനിങ് ബാച്ചുകാർക്ക് നോർമൽ ടൈമിങ്ങിനായിരിക്കും. അപ്പോ കൃത്യമായിട്ട് ഈ ഇക്വേഷൻസ് മക്കൾ എന്ത് ചെയ്യണം? ഒന്ന് നന്നായി പഠിക്കണം. അത് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഇന്നത്തെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ ആണോ? അപ്പൊ നമ്മള് ജസ്റ്റ് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. എന്ത് മാത്രമാണ് പറഞ്ഞത്? ഏതൊക്കെയാണ് റാഷണൽ നമ്പേഴ്സ്, ഏതൊക്കെയാണ് ഇറാഷണൽ നമ്പേഴ്സ്. ടെർമിനേറ്റിംഗ് ആണെങ്കിലും നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ആണെങ്കിലും അല്ലെ, റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും അതെന്താണ്? റാഷണൽ ആണ്. അതേസമയം തോന്നിയ രീതിയിലാണ് നമ്പേഴ്സ് വരുന്നത്, ദാറ്റ് ഇസ് നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ആണെങ്കിൽ
അതെന്താണ്? ഇറാഷണൽ നമ്പർ ആണ്. ഇതാണ് നമ്മൾ പഠിച്ച ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ P/Q ഫോർമുല എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. ദെൻ കുറച്ച് ലോസ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അത്രയും കാര്യങ്ങൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യണത്. ഓക്കെ ആണല്ലോ? ഇതിൽ തന്നെ ചെറിയൊരു ടോപ്പിക് കൂടി ഉണ്ട്, പക്ഷെ അത് എന്തായിരിക്കും? നെക്സ്റ്റ് സെഷനിലായിരിക്കും പഠിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പ്രോബ്ലംസിലേക്ക് വരാം. അപ്പൊ എല്ലാവരും തിയറി ഒക്കെ ഒന്നുകൂടി ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ്ഡ് ആയിട്ട് വായു. ഓക്കെ, അപ്പൊ പോയി മോർണിംഗ് ബാച്ചുകാർക്ക് നമുക്ക് നാളെ കാണാം കേട്ടാ. ഈവനിങ് ബാച്ചുകാര് വേഗം പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വാട്ടാ.